ചില കുട്ടികൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിനൊന്നും സാധ്യത ഇല്ല എന്നല്ല പറയണത്. അതിൻ്റെ സാധ്യതകളൊക്കെ ഏതൊരു രാജ്യത്തും വേണ്ട ഒരു മീഡിയയുടെയോ ജേർണലിസത്തിൻ്റെയോ ക്രിമിനോളജിയുടെയോ അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണം ഒരിക്കലും ക്രമാതീതമായിട്ട് കൂടില്ല. അത് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും അതിൻ്റെ ചാൻസസ് ഉള്ളത്. നേരെ മറിച്ച് ട്രെൻഡിങ് പ്രോഗ്രാംസിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും ജോലി കിട്ടാനായിട്ട്, പെട്ടെന്ന് ജോലി കിട്ടാൻ, ഉയർച്ച കൂടുതൽ കിട്ടാൻ, നമ്മുടെ PR-ന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട് അർത്ഥം. ആ പ്രോഗ്രാമുകളിൽ പെട്ടതാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, MBBS ഡോക്ടേഴ്സ്, നഴ്സിംഗ് പ്രൊഫഷണൽസ്, VLSI ഡിസൈൻ എഞ്ചിനീയേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഇതൊക്കെ അതിൽപ്പെട്ട എക്സാമ്പിൾസാണ്. അപ്പോൾ ബാക്കി ആർക്കും ജോലി ഇല്ലേ എന്ന് വെച്ചാൽ ജോലി ഇല്ല എന്നല്ല ഇതിനർത്ഥം വരുന്നത്. നമ്മൾ കൂടുതൽ എംപ്ലോയബിലിറ്റി ഉള്ള കോഴ്സസിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ വർക്ക് വിസ കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണത്. അപ്പോൾ കാനഡയിലെ ഇൻഡസ്ട്രികൾ ഇതൊക്കെയാണ് നല്ലത്. അതിനൊപ്പം തന്നെ യൂഷ്വൽ ആയിട്ടുള്ള എംപ്ലോയബിലിറ്റി ചാൻസസ് ഉള്ള നേരത്തെ പറഞ്ഞ പല പ്രൊഫഷൻസും അവിടെ ഉണ്ട്. അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ച ശേഷം മാത്രമാണ് ആ മാർക്കറ്റിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ.